സോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആരെ പറ്റിയിട്ടും ഒന്നിനെ പറ്റിയിട്ടും ഗോസിപ്പേ പറയാറില്ല എന്നുള്ളത് അല്ലേ? ബട്ട് വാട്ട് ഇഫ് ഐ ടെൽ യു, നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലാത്ത എല്ലാത്തിനെ പറ്റിയിട്ടും ആരെ പറ്റിയും എന്തിന് നിങ്ങളെ പറ്റിയിട്ട് വരെ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആരോട് എന്നല്ലേ? നിങ്ങളോട് തന്നെ. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, രാവിലെ എണീറ്റ പാടെ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഓഫീസിലിരിക്കുന്ന സമയത്ത്, എന്തിന് കുറച്ച് മുൻപ് വരെ നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലാത്ത കാര്യത്തെ പറ്റിയിട്ടായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്നെ പറ്റിയിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവരെന്നെ കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്നെ പറ്റി കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കണം. വാട്ട് ഇഫ് ഐ ഗെറ്റ് റിജക്റ്റഡ്? വാട്ട് ഇഫ് ഐ ഫെയിൽ? വാട്ട് ഇഫ് എവ്രിതിങ് ഗോസ് റോങ്? അങ്ങനെ നമുക്ക് ഒരു ഉറപ്പുമില്ലാത്ത, നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യത്തെ പറ്റി എന്തുമാത്രമാണ് നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ നമ്മളോട് തന്നെ ഗോസിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷേ ഉണ്ടല്ലോ, നിങ്ങൾ മറ്റുള്ള ആളുകളോട് ഗോസിപ്പ് അടിച്ചിരിക്കുന്നത് പോലെയല്ല കേട്ടോ ഇത്. നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യവും കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ നടന്നതാണോ നടക്കാത്തതാണോ ഒന്നും അവർക്കറിയില്ല. അതൊന്നും അവർ അന്വേഷിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് അവർ വിശ്വസിക്കുക. നിങ്ങൾ പറയാണ്, ഞാൻ ഒട്ടും കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. ആണോ? നിങ്ങൾ പറയാണ്, ഞാൻ വളരെ റിച്ച് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതെയല്ലേ? ഇതിനിപ്പോൾ എന്താ? അവരെന്ത് വേണമെന്നുണ്ടെങ്കിലും വിചാരിച്ചോട്ടെ, എനിക്കെന്താ പ്രശ്നം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയല്ല കേട്ടോ. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ ഡെലിവർ ചെയ്യാനുള്ളൊരു പവർ ഇവർക്കുണ്ട്. സോ നിങ്ങളിതുപോലെ നിങ്ങളോട് തന്നെ ഗോസിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ആളുകൾ അത്ര നിസ്സാരക്കാരല്ല എന്ന്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആളുകൾ എന്നെപ്പറ്റി എന്തൊക്കെയോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ അവർ മാത്രമല്ല, നാട്ടുകാർ മൊത്തം നിങ്ങളെ കുറ്റം പറയുന്നത് നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കേൾക്കേണ്ടി വരും. എന്താണെന്നറിയില്ല, ഇന്ന് എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ആളുകൾ പോലും നിങ്ങളോട് ചിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഓരോ ചിന്തകളും ഫീലിങ്സും വിശ്വാസവും നമ്മളൊരു കാര്യം ഓർഡർ ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ എന്താണോ ഓർഡർ ചെയ്തിട്ടുള്ളത് അതേ നമുക്ക് കിട്ടുള്ളൂ. ഒരു കാര്യമുണ്ട്, ഒരിക്കൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ക്യാൻസൽ ചെയ്യാം നിങ്ങളുടെ ചിന്തകളും ഫീലിങ്സൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട്.